പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭി ഇങ്ങനെ വായത്തോന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതിന് തക്ക മറുപടിയായിട്ട് നയന ചൂടാവുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? ആദർശ് ഇതുവരെ വാ തുറന്നിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. നീയാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് സത്യമാവോ? അഭി പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം അതിനുള്ള മറുപടി പറ. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ ആദർശ ഇത്? ഇത്രയും ആൾക്കാർ മാറി മാറി ചോദിച്ചിട്ടും നീ എന്താ ഒന്നിനും മറുപടി പറയാത്തത്? എന്താ നടന്നതെന്ന് വെച്ചാ പറ മോനെ. പറയാം മുത്തശ്ശ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞത് കള്ളമാണ്. ഇത് കേട്ടോടനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താണ് ആദർശ ഇത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. തുടർന്ന് ആദർശ് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞതെന്നുള്ള കാര്യം പറയാം. ഇന്നലെ രാത്രി നിർമ്മൽ എന്ന് പറയുന്ന ആളിവിടെ വന്നിട്ട് പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അഭി പറയുന്നതിൽ ഒരു സത്യവും ഇല്ല. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളുടെ പേര് നിർമ്മൽ എന്നാണ്. ഇവൻ നവ്യയുടെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. ഇവരെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവളെ പ്രപ്പോസ് ചെയ്തു. പക്ഷേ അപ്പം തന്നെ നവ്യ അതിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർമ്മൽ എന്ന് പറയുന്നവൻ ഇപ്പോൾ ഇവർ തമ്മിൽ എടുത്ത ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോന്റെ തലയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ മോർഫിങ് ചെയ്തതാണ്. രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ അവൻ ഉണ്ടാക്കിയിട്ട് ഇവളെ വരട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് അവൻ പണം ചോദിക്കുകയും ചെയ്തു. ഇതുവരെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം എൻ്റെ അടുത്ത് നവ്യയും നയനയും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നവ്യയുടെ മുഖം വെച്ചിട്ട് അവൻ പുതിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വീട്ടിലുള്ള നിങ്ങളാരും വിഷമിക്കരുത് എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതും പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവനെ പിടിക്കുക എന്ന് കരുതിയതും. ഇന്നലെ രാത്രി അവൻ വന്ന സമയത്ത് അവനെ പിടിക്കുക എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷെ അത് നടന്നില്ല. അവൻ ജസ്റ്റ് മിസ്സായിപ്പോയി. അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് നയനയ്ക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റിയത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഭയപ്പെടും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറച്ചത്. ഇത് കേട്ടിട്ട് അഭയാണെങ്കിൽ കൈ കൊട്ടിയിട്ട് സൂപ്പർ ബ്രോ, സൂപ്പർ, നന്നായിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ MD സ്ഥാനം വിട്ടിട്ട് ഏട്ടൻ ഏതെങ്കിലും ഫിലിം എഴുതാൻ വേണ്ടി പോകുന്നത് നല്ലതായിരിക്കും. ഇത് കേട്ട ആദർശ് പറയുന്നുണ്ട്, നിർത്തിക്കോണം അഭി ഇതോടുകൂടിയിട്ട്. തുടർന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇത്രയെല്ലാം സംഭവിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? മുത്തശ്ശന് വിഷമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്തോ കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ. ഇരിക്കട്ടെ ജലജ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും? ഈ നവ്യയും നയനയും ആദർശം തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തു പറയാൻ വേണ്ടി കൊള്ളുമോ? പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ്. പറയാതെ മറയ്ക്കുന്നതാണ് ന്യായം. ഈ വീട്ടിൽ ആദർശം ചെയ്യുന്നതാണല്ലോ എല്ലാം കറക്റ്റ്. അതിവിടെ എല്ലാവർക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപോലെയാണ്. നിങ്ങൾ എന്ത് പറയുന്നോ അത് ഞങ്ങളെല്ലാവരും കേട്ട് മിണ്ടാതിരിക്കണം. ഈ വീട്ടിൽ എല്ലാവർക്കും ഒരു ന്യായമാണ്. പക്ഷെ ഇവിടെ ആദർശന് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു ന്യായമാണ്. അയ്യോ ദൈവമേ, ഈ വീട്ടില് അഭിക്ക് നേരെ നടക്കുന്ന അന്യായം കേൾക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. തുടർന്ന് ജയനും പറയുന്നുണ്ട്, എന്തൊക്കെ കാരണമാണെന്നുണ്ടെങ്കിലും നീ ഞങ്ങളിൽ നിന്ന് മറിച്ചത് തെറ്റായി പോയി ആദർശ എന്നുള്ള കാര്യം. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരോടും ഞാൻ മാപ്പ് പറയാണ് ഈ നടന്ന കാര്യങ്ങൾക്കെല്ലാം. ഈ കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് പോകുന്നു ഞങ്ങൾ തന്നെ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി വീട്ടിലൊരു കാര്യം മറിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ആദർശേട്ടനോട് പറഞ്ഞത്. അത് മുത്തശ്ശിന് വേദനിക്കും എന്ന് കരുതിയിട്ടാണ് മറ്റാരോടും പറയാണ്ടിരുന്നത്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ദയവ് ചെയ്തിട്ട് ആദർശേട്ടന് മോശമായിട്ട് ആരും സംസാരിക്കരുത്. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ക്ഷമിച്ചിട്ട് മിണ്ടാതിരിക്കണമെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ജലജ. ഓരോ സമയവും ഇവള് ഭ്രാന്ത് പിടിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. നവ്യെ നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ വീട്ടിലിരിക്കുന്ന എല്ലാവരെയും ഇവളെ എതിർത്ത് സംസാരിക്കും. ഇനിയും ഇവളെ ഇവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഒന്നെങ്കിൽ ഈ വീട്ടിൽ ഞാനും അഭി നിൽക്കണം, അല്ലെങ്കിൽ ഇവള് നിൽക്കണം. നിങ്ങളെല്ലാവരും ഇതിനൊരു തീരുമാനം ഇന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നവ്യയെ പിടിച്ചു വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നീ കണ്ടവന്റെ കൂടെ ഊരി ചുറ്റിയിട്ട് നിന്നെ ഇവിടെ ഞങ്ങൾ വെച്ച് കൊണ്ടാടണോ? ദയവ് ചെയ്തിട്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള കാര്യം ജലജയുടെ അടുത്ത് നവ്യ പറയുന്ന സമയത്ത്, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നീ ന്യായീകരിക്കുന്നോടി, ദയവ് ചെയ്തിട്ട് ഇനി സംസാരിക്കരുത്, പോടി ഇവിടെ നിന്ന് ഇറങ്ങി പോടി. അങ്ങനെ ജലജ പിടിച്ച് മാറ്റുന്ന സമയത്ത് തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ആരും അതിന് മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് ഇനി ആരും ഈ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഇവിടെ നിൽക്കുന്ന സമയത്ത്. അതുകൊണ്ട് പോടി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചിട്ട് നവ്യയെ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് നവ്യ തല കറങ്ങി താഴെ വീഴാണേ. അങ്ങനെ മുത്തശ്ശി നവ്യയെ മടിയിലേക്ക് കിടത്തിയിട്ട് നയന മുഖത്ത് വെള്ളമൊക്കെ തളിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അഭി പറയുന്നുണ്ട് കൈ കൊട്ടിയിട്ട്, എന്തൊരു അഭിനയമാണ്, അവൾക്കറിയാം ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ വീട് വിട്ട് ആരും പുറത്താക്കില്ല എന്നുള്ള കാര്യം.
എന്നാൽ ഈ നടിപ്പൊന്നും കണ്ടിട്ട് ആരും അവളെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല. ആദ്യം അമ്മ ഇവളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ള കാര്യം ജലജയുടെ അടുത്ത് അഭി പറയുന്ന സമയത്ത് മിണ്ടാതിരിടാ വായടച്ചിട്ട് എന്ന് മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ നവ്യ കണ്ണു തുറക്കാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശി ഇങ്ങനെ കൈയിന്റെ പൾസ് പിടിച്ച് നോക്കുന്ന സമയത്ത് മുത്തശ്ശി കാര്യം മനസ്സിലാവാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആരും പേടിക്കണ്ട, ഒന്നുമില്ല, ഡോക്ടർ വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ജയ ഡോക്ടർ വിളിക്കുക എന്ന് പറയാണേ. തുടർന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഡോക്ടർ വന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും എന്നുള്ള കാര്യം മുത്തശ്ശി പറയാണേ. തുടർന്ന് ജലജ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്, ഡോക്ടർ വെച്ചിട്ട് ഇവള് കാണിക്കുന്ന ഓരോരോ കോമാളിത്തരത്തിന് വിളിക്കുകയാണോ, ഇവളെ വീട് വിട്ടിട്ട് ഇപ്പം തന്നെ വെളിയിലാക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പിടിച്ചെണീപ്പിക്കുന്ന സമയത്ത് നവ്യ കൈ തട്ടി മാറ്റുകയാണേ. അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്, ഡോക്ടർ വന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം, അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഡോക്ടറൊക്കെ നോക്കിക്കോട്ടെ, ഇപ്പം തന്നെ ഇവളെ ഇവിടുന്ന് പുറത്താക്കണം, അഭി എത്രയും വേഗം തന്നെ വക്കീലിനെ വിളിക്ക്, എന്നിട്ട് ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേ, ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയാ തോന്നിവാസങ്ങളാണ് വിളിച്ചു പറയുന്നത്, ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മരുമകളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരാ അധികാരം തന്നിരിക്കുന്നത്, ഈ വീട്ടിൽ പ്രധാനപ്പെട്ട ആൾക്കാർ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്, അവരെന്ത് തീരുമാനം എടുക്കുന്നോ അതാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം, അവരുടെ വാക്കിന് ഒരു വിലം കൊടുക്കാതെ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, അതാണല്ലോ മുത്തശ്ശി പറഞ്ഞത് ഡോക്ടറെ വിളിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതുകൊണ്ട് കുറച്ചു നേരം വായടച്ച് നിൽക്ക്. തുടർന്ന് ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യാണ്. എല്ലാവരും ഭയങ്കര എന്തായിരിക്കും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ആരും ഭയപ്പെടേണ്ട, സന്തോഷമായിട്ടുള്ളൊരു വിഷയമാണ്, ഇവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയാണേ. ഡോക്ടർ ഇത് പറയുമ്പോൾ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. എന്നാൽ അബിയുടെ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ജലജയാണെങ്കിൽ അബിയെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം, എന്തായാലും 1 month നല്ല റെസ്റ്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ പറയണം. അങ്ങനെ ഡോക്ടർ പോയതിന് ശേഷം അഭി മനസ്സിൽ വിചാരിക്കുന്നത്, ഒരു കാര്യം വിചാരിച്ചിട്ട് ഇപ്പോൾ വേറൊരു കാര്യമാണല്ലോ വന്നിരിക്കുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് അഭി പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന എല്ലാവരും ഒന്ന് കേൾക്കുമോ, നവ്യയ്ക്ക് ഗർഭിണിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ അവൾ ഗർഭിണിയാണെങ്കിലും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല, ഇനി ഒരിക്കലും എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല, ഇത്രയും വലിയ കള്ളവും ഇതൊക്കെ നടക്കുന്ന ഒരാളെ കൂടെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല, നടന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഈ കുട്ടി എൻ്റെതല്ല എന്ന് പറയണേ. ഇത് കേട്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അഭി പറയുന്നത് എന്നുള്ള കാര്യം, എന്താടി നീ നല്ലവളെ പോലെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ നവ്യ അങ്ങോട്ട് ചെന്നിട്ട് കാരണം നോക്കിയിട്ട് ഒന്ന് കൊടുക്കാണ് കേട്ടോ അഭിയുടെ. ഇത് കണ്ടിട്ട് ചില ചോദിക്കുന്നുണ്ട്, നീ ആരടി എൻ്റെ മോനെ അടിക്കുക എന്നുള്ള കാര്യം, വേണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യോങ്ങാണേ. എന്താ അഭി, എന്നെക്കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നെ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും ഞാൻ എന്താ മിണ്ടാതിരുന്നുള്ള കാര്യം അറിയോ, നിങ്ങളുടെ ജീവിതമേ തൊലച്ച് നിങ്ങൾ പോയിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അർഹതയുമില്ല, എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചോ എൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ കുറിച്ചോ ഇനി തെറ്റായിട്ടോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞാൻ തല്ലി കൊല്ലുന്നു തന്നെ പറയണേ. ഞാൻ വലിയ പണക്കാരിയെ പോലെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചവളാണ്, അതിൻ്റെ പേരിൽ എന്നെ ഇത്രയും മോശക്കാരിയാക്കോ നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലേ, നിങ്ങളെ വിട്ടിട്ട് മറ്റൊരാളുടെ കൂടെ പറയാൻ തന്നെ നാവ് പിഴയ്ക്കുകയാണ്. എന്താ അഭിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയുന്നത്, ഒരു പെണ്ണിന് ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന ആ നിമിഷം എത്ര സന്തോഷകരമായ നിമിഷമാണെന്നറിയോ, അത് അപ്പാടെ കിടത്തി കഴിഞ്ഞില്ലേ, എൻ്റെ കൊച്ചിനെ കുറിച്ചിട്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാക്ക് തന്നെ പിഴച്ചു പോകും. തുടർന്ന് ജലജ ഒന്ന് നിർത്തുവോ, ഒരു നിമിഷം കൊണ്ട് നീ ചെയ്തതെല്ലാം അങ്ങ് ഇല്ലാണ്ടായി പോയെന്ന് വിചാരിച്ചോ, എന്തോ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിന്റെ വയറ്റിൽ കുഞ്ഞേ ഇല്ലാത്ത സമയത്ത് കള്ളം പറഞ്ഞവളല്ലേടി നീ, അതിന് കൂട്ടുപിടിച്ചവളല്ലേടി നിന്റെ അനിയത്തിയും, അങ്ങനത്തെ നിന്നെ എങ്ങനെ വിശ്വസിക്കുന്നത്, അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് എന്താടി അർത്ഥം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നല്ല മര്യാദയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്, എന്നാൽ ഞാൻ നയനയെ പോലെയല്ല, എൻ്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. തുടർന്ന് ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ, നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ നിന്റെ ഭാര്യന്റെ മേലെ വെറുതെ പഴിച്ചാരുകയാണ്, ഇതിനേക്കാൾ മോശമായ ഒരു കാര്യം മറ്റൊന്നുമില്ല, ഞാനങ്ങനെ വെറുതെ പറയല്ല, തെളിവോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട്. ഇത് കേട്ട നയനയാണെങ്കിൽ എൻ്റെ ചേച്ചി അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കും, എന്നാൽ എൻ്റെ ചേച്ചി തെറ്റായ രീതിയിൽ നടക്കുന്നവളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരിക്കലും വിശ്വസിക്കില്ല, അവളുടെ ഭാഗത്ത് സത്യമുണ്ട്, ഞങ്ങൾ 3 പേരും പറയുന്ന കാര്യം വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം, പക്ഷേ ഇവളെ താലി കെട്ടിയ എന്നോട് ഇതൊക്കെ നിങ്ങൾ എന്തേ മറച്ചത്, ഇത് കേട്ട നയന പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു, അപ്പോഴേ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെ നവ്യയെ പുറത്താക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്
തുടങ്ങില്ലായിരുന്നോ? അല്ലാതെ നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നോ? നിങ്ങളുടെ ബുദ്ധി തന്നെ ശരിയല്ല. ദയവ് ചെയ്തിട്ട് മോശമായിട്ടൊന്നും ചെയ്യല്ലേ. തുടർന്ന് ആദർശ്, അഭി നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ നിന്നെ തന്നെ ചവിട്ടി താഴ്ത്തല്ലേ. ആദ്യം നിന്റെ ബോധം തെളിയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നീ തറയിൽ നിന്ന് സംസാരിക്കേ. തുടർന്ന് മുത്തശ്ശൻ എണീറ്റെന്ന് പറയുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ നയനയും ആദർശം പറഞ്ഞിട്ട് ഇനിയും നിങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കുന്നത് ജലജയെ തെറ്റാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് ആ നിർമ്മലിനെ പിടിക്കണം. കമ്മീഷണറുടെ അടുത്ത് ആദർശം ഞാൻ സംസാരിക്കാം. ഇത് കേട്ട ആദർശ് ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അഭിയുടെ അടുത്ത് മുത്തശ്ശൻ പറയുന്നത്, ഇതോടുകൂടിയിട്ട് ഇത് അവസാനിപ്പിച്ചോളണം. വിനിയും ഈ വീട്ടിലേക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരരുത്. ആ നിർമ്മലിനെ പിടിച്ച് കൈകാര്യം ചെയ്തിട്ട് ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഉടനെ തന്നെ പുറത്തു കൊണ്ടുവരും. നവ്യയെ കുറിച്ചിട്ട് നീ തെറ്റായി സംസാരിക്കുന്നത് നീ നിന്റെ തലയിൽ മണ്ണിടുന്നത് പോലെ തന്നെയാണ്. ഇത് മനസ്സിലാക്കാണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവർ വേറെ രീതിയിലാണെന്നും നിങ്ങൾ വേറെയാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. എന്നും വിശ്വാസമാണ് വേണ്ടത്. വിശ്വസിക്കണം. അല്ലാതെ എല്ലാം തെറ്റായി കാണുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായോ? നവ്യയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അവളെ ദ്രോഹിക്കുന്നതല്ല എന്തെങ്കിലും പരിപാടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞാൻ നോക്കി നിൽക്കില്ല. സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് ദേവയാനി ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ മേലെ ഞാൻ ഒരുപാട് വിശ്വാസം വെച്ചിരുന്നു, എന്നാൽ ഇതെല്ലാം നീ തൊലച്ചു കളഞ്ഞു. അമ്മ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, വേണ്ട, നീ ഇങ്ങനെയൊന്നും നടക്കുന്നു ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല. അയ്യോ അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് നയന പറയുമ്പോൾ, നിന്റെ അടുത്തല്ല ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ മോൻ്റെ അടുത്താണ്. ഇടയിൽ കയറി സംസാരിക്കരുതെന്ന് പറയണേ. എന്ന് ഈ നയന ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബമേ ശരിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാം മറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് നിൽക്കുന്ന കണ്ടില്ലേ. അവളുടെ കൂടെ കൂടിയിട്ട് നീയും എല്ലാം മറച്ചില്ലെന്ന് ദേവയാനി ചോദിക്കുന്ന സമയത്ത് അമ്മ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയെന്ന് പറയണേ. എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നീ ഒന്നും മറയ്ക്കാതെ വീട്ടിൽ പറഞ്ഞിരിക്കണം. നീ ആരും അറിയരുതെന്ന് വിചാരിച്ചാലും നീ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തെങ്കിലും പറയണം. ഈ കാര്യത്തിൽ നീ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും പിടിക്കില്ല. എന്താടാ എല്ലാം ഇവളുടെ അടുത്തുനിന്ന് പഠിച്ചതാണെന്ന് ചോദിക്കുകയാണ് ആദർശിന്റെ അടുത്ത്. അല്ല അമ്മ, എല്ലാം ഇത് തീരുമാനിച്ചതൊക്കെ ചെയ്തതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ദയവ് ചെയ്തിട്ട് അമ്മ എന്നെ സംസാരിക്കാൻ വിടുക എന്നുള്ള കാര്യം പറയുമ്പോൾ, നീ വെറുതെ സംസാരിച്ചിട്ട് എന്നെ സമാധാനപ്പെടുത്താൻ നോക്കണ്ട. ചെയ്തതെല്ലാം തന്നെ മതി. ഈ വീട്ടിൽ ഇനിയിപ്പോൾ ആരും വിശ്വസിക്കണം എന്നുള്ള കാര്യം പോലും അറിയില്ല എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. ദേവയാനി പോയതിന് ശേഷം ജലജയുടെ അബിയുടെ അരികിലേക്ക് ചെന്നിട്ട് അബിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ കാണുന്ന സമയത്ത് അബി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. എന്നാൽ എൻ്റെ ചേച്ചിയെ കാണുമ്പം സ്വന്തം അച്ഛനമ്മയെ വരെ കബളിപ്പിച്ചിട്ട് സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപമാണ് തോന്നുന്നത്. എന്താണ് സത്യം പോലും തിരിച്ചറിയാതെ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് എൻ്റെ ചേച്ചിയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ. നിന്നെയൊക്കെ കണ്ടാൽ തന്നെ കൈക്ക് കരണം നോക്കി ഒന്ന് പൊട്ടിക്കാനാണ് തോന്നുന്നത്. നിനക്ക് മാത്രമല്ല, നിന്റെ പിറകെ നിന്നിട്ട് നിന്നെ എല്ലാത്തിനും പിന്തുണയ്ക്കുന്ന ആൾക്കും കൂടി ചേർന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഫോട്ടോ ഉപയോഗിച്ചിട്ട് എൻ്റെ ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോസ് അല്ല എൻ്റെ ചേച്ചി പറയുന്ന സത്യം എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ച് കാണിക്കും. അപ്പോൾ ഈ പഴി ചേർത്തിയ എല്ലാവരും സങ്കടപ്പെടും. വാ ചേച്ചി പോവാ, ഇതിനെല്ലാം ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നവ്യയും കൂട്ടിയിട്ട് നയന അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് ആദർശാണെങ്കിൽ അബിന്റെ അടിയിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ വിഷയത്തിന്റെ പേരിൽ എനിക്ക് എന്ത് ചീത്തപ്പേര് വന്നു കഴിഞ്ഞാലും ഞാനതൊന്നും നോക്കില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോ അബി, നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. എന്തായിട്ടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പൊ നടന്ന വിഷയങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിനക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല ഏട്ടാ, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ചോദിച്ച കാര്യത്തിന് ആദ്യം മറുപടി പറയാമെന്ന് ആദർശ് പറയുമ്പോൾ, എനിക്കിതൊരു ദുല്ല എന്നുള്ള കാര്യം പറയണേ അബി. ഇങ്ങോട്ട് നോക്കിക്കോ, കള്ളം പറയുന്നവന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് 1000 കള്ളങ്ങൾ പറയേണ്ടി വരും. സത്യം പറയുന്ന ആൾക്ക് അവൻ പറഞ്ഞ സത്യത്തിന്റെ പേരിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. നിനക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അന്ന് നിന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമായിരിക്കും. കാരണം നീ പഴിചാരിയിരിക്കുന്നത് ഒരു പെണ്ണിന്റെയാണ്. തുടർന്ന് ജലജയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ അബിയെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവന് സപ്പോർട്ടായിട്ട് നിന്നത്. എന്നാൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്. ഇല്ല ആദർശ്, അവനൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ ജലജ പറയാണേ. നിനക്ക് അബിയെ അറിഞ്ഞൂടെ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചത് കൊണ്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഇവനെ? നവ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മരുമകളായതുകൊണ്ട് അവനെ തോന്നിവാസത്തിന് കൂട്ടുനിന്നോ? അയ്യോ ആദർശ്, എന്തൊക്കെയാ ഈ പറയുന്നത്? ഫോട്ടോസ് തെളിവായിട്ട് വന്നത് കൊണ്ട്
അബിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. നവ്യ ചെയ്ത തെറ്റിന് ഞങ്ങളെ എന്തിനാ നീ പഴിക്കുന്നത്? നീ ഞങ്ങളെ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നേരിൽ നിന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ വേറൊരു മുഖം നിങ്ങൾ കണ്ടേനെ. ഈ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാതെ, ഈ വീട്ടിൽ ഒരു സ്വത്തിന് പോലും അവകാശമില്ലാതെ അബി ഇപ്പോ ജയിലിൽ കിടന്നേനെ. അവരുടെ മേലുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ജയിലിൽ അടയ്ക്കാത്ത എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ആദർശ് പറയുന്നത്. മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് കലിപ്പോട് കൂടിയിട്ട് ആദർശ് അവിടുന്ന് പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.